ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ്? സുഖം തന്നെ, അൽഹംദുലില്ലാ. നമ്മളിവിടെ ഉഷാറായിട്ട് റാഹത്തായിട്ട് ഇരിക്കുന്നേ. അപ്പൊ ഇന്നത്തെ ഒരു വ്ലോഗ് ഇന്നുണ്ടല്ലോ ബറാഅത്താന്ന്. ഇന്നത്തെ കുറച്ച് മോർണിംഗ് റൂട്ടീൻസ് എല്ലാന്ന് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇതിൽ ഞാൻ ഒരു ഈസി ബിരിയാണീൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതുതായിട്ടെല്ലാം കാണുന്നവരെല്ലാം ഉണ്ടാവില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും പ്രസ് ആക്കുക. വീഡിയോനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത് കുട്ടിക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ, ഫസ്റ്റായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിന്. കുട്ടികളെല്ലാം എണീച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് ഇന്നലെ ഉണ്ടല്ലോ നെയ്പ്പത്തിൻ്റെ മാവെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം മുമ്പേ എടുത്തിട്ട് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നെയ്പ്പത്തിലെല്ലാം ചുട്ടെടുക്കലാന്നേ. സ്റ്റൗമിലേക്ക് ഞാനിതാ എണ്ണയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിൻ്റെ തൊട്ടിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയും ഷെയർ ആക്കുന്നുണ്ട്. വലിയ എക്സ്പെൻഡേഷൻ ഒന്നും വെക്കണ്ട, സിമ്പിളായിട്ട് ഈസി ആയിട്ടുണ്ടല്ലോ. എനിക്ക് നോമ്പാന്ന്, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഞാൻ വിചാരിച്ചു അവരുണ്ടല്ലോ ഈ വൈറ്റ് റൈസ് മാത്രമേ കഴിക്കൂ. എൻ്റെ മോളുണ്ടല്ലോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കളർ വ്യത്യാസമായാൽ ചോറ് കഴിക്കൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈസി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാം. എന്നാൽ പിന്നെ ഓലിക്കും കഴിക്കാം, എനിക്കുണ്ടല്ലോ നോമ്പ് തുറന്നാലും കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടിയൊക്കെല്ലാം ഉണ്ടല്ലോ ഫുഡെല്ലാം കൊടുക്കുക. ഇപ്പോൾ ഇത് കൊടുക്കാനാണ് ഭയങ്കര പ്രയാസം. ഇതിനായിട്ട് ഞാൻ അവിടെ കുറേ ടൈം സ്പെൻഡ് ആക്കേണ്ടി വരും. അങ്ങനെയാണ് ഓള് കറക്റ്റ് സംസാരിച്ചിട്ട് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓളോട് അങ്ങോട്ട് പറയുന്നത് ഓള് കേൾക്കും. അവിടെ ഇരുന്നിട്ട് ഇവരാര് ഫുഡ് കഴിക്കുമെന്ന് ഫസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നതാ. അതെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ ചിക്കന് എടുത്ത് വെക്കാനായിട്ട് ഉണ്ട് പുറത്തേക്ക്. ഓൾറെഡി ഞാൻ അവിടെ ഒരു ചിക്കന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഹസ്ബൻഡ് അധികം മസാല ഇട്ട ഫുഡ് കഴിക്കൽ കുറവാണ്. അതുകൊണ്ട് ഞാനുണ്ടല്ലോ 2 ഡേ, അപ്പോൾ ഇന്ന് നാളത്തേക്കോ അങ്ങനെ ഒരു രീതിക്ക് ലെമണും പെപ്പർ പൗഡറും മാത്രം ഇങ്ങനെ മിക്സ് ആക്കി കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കും. 2 ദിവസത്തേക്ക് മാത്രമായിട്ട് വെക്കും. എന്നിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് വെക്കലാന്ന്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മളെ ബിരിയാണിക്ക് വേണ്ട സവാളയെല്ലാം കട്ട് ചെയ്തിട്ട് വെക്കലാന്ന്. ഇനി സവാളേൻ്റെ തോലെല്ലാം നന്നായിട്ട് പൊക്കിയതിന് ശേഷം ഉണ്ടല്ലോ കഴിഞ്ഞിന്. ഇനി ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും അതുണ്ടല്ലോ തൊലിയെല്ലാം പോക്കണം. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ തൊലിയെല്ലാം പോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നുണ്ടല്ലോ ക്രഷ് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കലാന്ന്. അൻപിത അതെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിന്. ഇങ്ങനത്തെ കുറച്ച് പണികളെല്ലോ ആക്കിയിട്ട് വെച്ചാലുണ്ടല്ലോ എനിക്കുണ്ടല്ലോ പിന്നെ വന്ന് കുക്ക് ചെയ്യല്ലേ വേണ്ടു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കലാന്നെ. ഇപ്പം ചിക്കന് എടുത്തിട്ട് കട്ട് ചെയ്യണോ അങ്ങനെയല്ലോ.
കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതാ ഇതിൻ്റെ തൊട്ടേക്കുണ്ടല്ലോ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടേക്കുണ്ടല്ലോ മസാല ആഡ് ചെയ്യണം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ടല്ലോ, കുറച്ച് മല്ലിപ്പൊടിയും അത് അങ്ങനെ ഒന്നിങ്ങനെ കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കലാന്നേ. ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിന്. ഇപ്പം ഇതാ ഞാനിതാ കിച്ചൺ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഇതാ നമ്മളെ ഈസി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇത് ഞാനുണ്ടല്ലോ മേലത്തെ ആ ഒരു റൈസ് മറ്റേലേക്ക് മാറ്റിയിട്ട് കൊടുക്കും. എന്നിട്ട് മസാല ഈ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ മിക്സ് ആക്കിയിട്ട് വെക്കലാണ് കേട്ടോ. ഇപ്പോൾ പലരും പല നാട്ടിലും പല ടൈപ്പിലായിരിക്കില്ല ബിരിയാണി ഉണ്ടാക്കുക, സെർവ് ചെയ്യുകയെല്ലാം ചെയ്യുക. അപ്പോൾ ഇതാ അതെല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ ഇതാ കുട്ടികൾക്കെല്ലാം കൊടുക്കലാന്ന്. ഇതാ ഈ ഒരു രീതിക്കാട്ടോ ബിരിയാണി സെർവ് ചെയ്യൽ. ഇത് അതും പ്ലേറ്റിലോട്ടേക്ക് മസാല ഇട്ട് കൊടുക്കും. എന്നിട്ടുണ്ടല്ലോ റൈസ് മേലെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കലാന്ന് എത്താം. അങ്ങനെ ഇതാ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയായിട്ടോ. സിമ്പിൾ ഡേ മൈ കിച്ചൺ റൊട്ടീൻസ്. അങ്ങനെ ഉണ്ടല്ലോ ഫസ്റ്റായിട്ടല്ലോ കാണുന്നവരെല്ലാം ഉണ്ടാവുമല്ലോ വ്ലോഗ്സ്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണം കേട്ടോ. ബെല്ലൈക്കണൊന്ന് പ്രസ് ആക്കുക. വ്ലോഗ്സിനെ പറ്റിയിട്ടില്ല നിങ്ങളെ കമൻറ്റ്സ് ഉണ്ടല്ലോ കമൻറ്റിൽ പറയാം കേട്ടോ. ഇങ്ങനെയല്ലാന്ന് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ലോഗ്സ് ആയിട്ടും റെസിപ്പീസ് ആയിട്ട് കാണാം കേട്ടോ.